ഹലോ എവ്രി വൺ, ആൻജോൺ ലേണിംഗിന്റെ പുതിയൊരു PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് PSCയിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസിന്റെ ജസ്റ്റ് ഒരു ടോൺ തന്നെ മനസ്സിലാക്കിയാൽ, ടോൺ മാത്രം മനസ്സിലാക്കിയാൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ് നോക്കുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന്റെ നേച്ചർ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എക്സാമിനർ ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കുന്നത് എന്ന് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. even if you don't know the content, നിങ്ങളത് പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല എങ്കിലും ഈ ഒരു ടോൺ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആ ഒരു ടോൺ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് UNO ഈസ് ഓർ ആർ നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ളത് അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, UNO വാസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് നാഷണൽ സോവർണിറ്റി ആൻഡ് ബിഗ് പവർ കോർപ്പറേഷൻ. അതായത് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായിട്ടുള്ള നാഷണൽ സോവർണിറ്റി അതുപോലെ തന്നെ ബിഗ് പവർ കോർപ്പറേഷൻ, ഈ രണ്ട് ഐഡിയാസ് അല്ലെങ്കിൽ ഈ രണ്ട് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് UNO ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ദ പർപ്പസ് ഓഫ് UNO ഈസ് ഡിഫൈൻഡ് ഇൻ ആർട്ടിക്കിൾ 1 ഓഫ് ദ UN ചാർട്ടർ. എന്താണ് UNOയുടെ പർപ്പസ്? അത് മെൻഷൻ ചെയ്തിട്ടുള്ളത് UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 1 പറയുന്നുണ്ട്. അടുത്തത് എന്താണ്? WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് UNO. UNOയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO എന്ന് പറയുന്നുണ്ട്. അടുത്തത് എന്താണ്? UNO വാസ് ഫോം ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇന്റർനാഷണൽ പീസ്, സെക്യൂരിറ്റി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിന്റെ സ്റ്റേറ്റ്മെന്റ്സിന്റെ ടോൺ നമ്മൾ ശ്രദ്ധിക്കാൻ പോവാണ്. ആ ടോൺ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പോവാണ്. നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തുടങ്ങാം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. അതായത് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായിട്ടുള്ളത് ഇന്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, എസ്പെഷ്യലി ഇൻ ടുഡേയ്സ് വേൾഡ് നമുക്ക് ഇന്റർനാഷണലി അല്ലെങ്കിൽ വേൾഡ് വൈഡില് പീസും സെക്യൂരിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവ്ലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം, അതായത് UNOയ്ക്ക് ഇന്റർനാഷണൽ പീസിലും സെക്യൂരിറ്റിയിലും ഒരു പങ്കും ഇല്ല, അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം അതൊന്നുമല്ല, അത്തരത്തിലുള്ള നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നമുക്ക് തരില്ല. കാരണം ഇത്രയധികം നമ്മൾ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ഇന്റർനാഷണലി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പീസും സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുക എന്നുള്ളതും അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതും അതൊരു സ്റ്റേറ്റ്മെന്റിൽ തരിക എന്നുള്ളതും ഒക്കെ നമ്മൾ വളരെ പോസിറ്റീവ്ലി കാണുന്ന ഒരു കാര്യമാണ്. സോ ഈ ടോൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈസ് എ വെരി പോസിറ്റീവ് അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ലെവലിലുള്ളതാണ്. സോ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ 4 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 4 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ഏതാണെന്നല്ല, ഫാൾസ് ഏതായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 എന്താണെന്നെങ്കിലും കറക്റ്റ് ആണല്ലോ. അപ്പൊ ഈ 4 ഉള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, 4 എന്തായാലും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും, 4 ട്രൂ ആയതുകൊണ്ട്. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം. WTO ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് UNO. നമുക്ക് അറിയില്ല WTO UNOയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണോ നമുക്ക് അറിയില്ല. സോ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കാം. അടുത്തത് എന്താണ്? ദ പർപ്പസ് ഓഫ് UNO ഈസ് ഡിഫൈൻഡ് ഇൻ ആർട്ടിക്കിൾ 1 ഓഫ് ദ UN ചാർട്ടർ. അത് നമുക്ക് അറിയില്ല, ആർട്ടിക്കിൾ 1 2 എന്നൊന്നും നമുക്ക് അറിയില്ല. സോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ട് വയ്ക്കാം. അടുത്തത് എന്താണ്? UNO വാസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് നാഷണൽ സോവർണിറ്റി ആൻഡ് ബിഗ് പവർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സി അഗെയിൻ ഇറ്റ് ഈസ് എ പോസിറ്റീവ് സെന്റൻസ് ആൻഡ് എ വെരി സിമ്പിൾ സെന്റൻസ് അല്ലേ. ഭയങ്കര സിമ്പിൾ ആയിട്ട് നാഷണൽ സോവർണിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല കോൺസെപ്റ്റ് ആണ്. ബിഗ് പവർ കോർപ്പറേഷൻ അല്ലെ, ഇവിടെ P5 എന്ന് പറയുന്ന കൺട്രീസ് ഉണ്ട്, 5 കൺട്രീസ്. സോ ബിഗ് പവർ കോർപ്പറേഷൻ നമുക്ക് വേൾഡ് ലെവലിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു
കാര്യമാണോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആണല്ലേ? നമുക്ക് ബിഗ് പവേഴ്സ്, അമേരിക്ക, ചൈന, ഇത്തരത്തിലുള്ള ബിഗ് പവേഴ്സ് തമ്മിലൊരു കോപ്പറേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലോബൽ ലെവലിൽ. സോ ഈ നാഷണൽ സോവറിനിറ്റി, ബിഗ് പവർ കോപ്പറേഷൻ ഒക്കെ നമ്മൾ പോസിറ്റീവ്ലി അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ UNO ഇതിന്റെ ബേസിലാണ് ഉണ്ടായിട്ടുള്ളത്, ഈ ഒരു കോൺസെപ്റ്റുകളുടെ ബേസിലാണ്. സോ ഇതും ഒരു പോസിറ്റീവ്ലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ്, കറക്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഈ ഓപ്ഷൻ എയും നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഓൺലി 3 ഈസ് ഫോൾസ്. അതായത് ഓപ്ഷൻ 3 മാത്രമാണ് ഇവിടെ ഫോൾസ് ആയിട്ടുള്ളത്. അതായത് WTO എന്ന് പറയുന്നത് UNO ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല. WTO വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദ യുണൈറ്റഡ് നേഷൻസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻസ്. അതുകൊണ്ട് നമ്മുടെ എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് 3 റോങ് ആണ്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. സോ ഇങ്ങനെ വളരെ ഈസിയാണ് നമുക്ക് ടോൺ മനസ്സിലാക്കി. പക്ഷെ ഇത് പ്രാക്ടീസ് വേണം കേട്ടോ, നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഫൈൻ. അടുത്ത് നോക്കാം. അണ്ടർ RTA Act 2005 the information is provided to the applicant free of cost if. അതായത് നമ്മുടെ RTA Act 2005 ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ഇഫ് the information is provided to the applicant free of cost. അതായത് എപ്പോഴാണ് ഈ പറയുന്ന RTA ആക്ടിന്റെ കീഴിൽ ആപ്ലിക്കന്റിന് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആർക്കാണ് കൊടുക്കുന്നത്? അത്രയും ദരിദ്രമായിട്ടുള്ള ആളുകൾക്ക്, അല്ലെ, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള അവസ്ഥകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, സോ ഇഫ് ദ ആപ്ലിക്കന്റ് ഈസ് എ BPL പേഴ്സൺ ബിലോ പോവർട്ടി ലൈൻ, അത് നമുക്ക് സാധ്യമാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അതായത് BPL പേഴ്സൺ എന്ന് പറയുമ്പം എന്താണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന ആൾക്കാർ, അത്ര എക്കണോമിക്കലി അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? RTA ആക്ടിന്റെ കീഴിൽ ഫ്രീ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഓക്കെ, നമുക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുമല്ലേ? നമുക്ക് ആലോചിക്കുമ്പോഴാണെങ്കിലും ജസ്റ്റിഷ്യബിൾ ആണ് എന്ന് നമുക്ക് പറയാം. സോ 1 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എനിവേസ് അതവിടെ നിൽക്കട്ടെ. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കാൻ നമുക്കൊരു സാധ്യത ഉണ്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. വേറെ പബ്ലിക് അതോറിറ്റി ഫെയിൽസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ വിത്തിൻ 30 days ഓഫ് ആപ്ലിക്കേഷൻ. അതായത് ഈ പബ്ലിക് അതോറിറ്റി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ തരണം. പിന്നെന്താണ്? വേറെ പബ്ലിക് അതോറിറ്റി ഫെയിൽസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ വിത്തിൻ 45 days ഓഫ് ആപ്ലിക്കേഷൻ. 45 ദിവസം കഴിഞ്ഞിട്ടും റിപ്ലൈ ഇല്ലെങ്കിൽ വേറെ പബ്ലിക് അതോറിറ്റി പ്രൊവൈഡ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ടു ദ ആപ്ലിക്കന്റ്. അതായത് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ അവർ പ്രൊവൈഡ് ചെയ്താലും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന, അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം നമുക്ക് തോന്നുന്നത് ഏതിലാണ്? ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഓപ്ഷൻ 1 ആണ്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 ആണ് കൂടുതലും ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സോ എന്തായാലും BPL പേഴ്സൺസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഈ 4 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? സ്റ്റേറ്റ്മെന്റ് 1 പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി മാത്രമാണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, വേറെ പബ്ലിക് അതോറിറ്റി ഫെയിൽസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ വിത്തിൻ 30 days ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 45 days ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ആർക്കാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ? സിറ്റിസൺസിനാണല്ലേ? അതായത് സിറ്റിസൺസിനാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പൊ സിറ്റിസൺസ് ആണ് ഇവിടെ കോർ എന്ന് പറയുന്നത്. സിറ്റിസൺസിന്റെ ഇൻട്രസ്റ്റിനാണ് ഇവിടെ കൂടുതൽ എന്ത് കൊടുക്കേണ്ടത്? പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ് ദ ഏർലിയസ്റ്റ് സ്റ്റേജ് അവർക്ക് എന്ത് കിട്ടണം? ഇൻഫർമേഷൻ കിട്ടണം. അപ്പൊ 30 ദിവസത്തിനുള്ളിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാതിരിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാതിരിക്കുമ്പോഴാണോ ഇവർക്ക് കൂടുതൽ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. 45 ദിവസം എന്ന് പറയുമ്പോൾ പിന്നെയും അവരുടെ ഒരു ഡ്യൂറേഷൻ കൂടുകയാണ്. ഇത് 30 ദിവസം എന്ന് പറയുമ്പോൾ എന്താണ്? 30 ദിവസത്തിൽ കിട്ടിയില്ല, അപ്പം എന്താണ്, ഇവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കിട്ടുന്നു. മറ്റേതൊരു 15 ദിവസം കൂടെ കഴിയണം. അതായത് 45 ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിലേ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ? നമുക്ക്
നമുക്ക് ഈ സർവീസ് കിട്ടുള്ളൂ. അപ്പൊ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സിറ്റിസൺസിന്റെ ഇൻട്രസ്റ്റ് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏതാണ്? ഈ 30 ഡേയ്സ് കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2ഉം കൺസിഡർ ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാക്കി, കാരണം നമ്മൾ ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്ത് നോക്കിയത്. 45 ദിവസമാണോ 30 ദിവസമാണോ ഒരു സിറ്റിസന്റെ ഇൻട്രസ്റ്റ് വൈസ് നോക്കുമ്പോൾ കൂടുതൽ യോജിച്ചതെന്നാണ് നമ്മൾ നോക്കിയത്. ഈ പറയുന്ന 4ാമത്തേലേക്ക് നമ്മൾ പോയിട്ടില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ആൻസറിലോട്ട് എത്തി അല്ലെ? ഈ പറയുന്ന 1 and 2 എന്നുള്ള ആൻസറിലേക്ക് എത്തി. കാരണം ഈ 3, ഈ 2ഉം 3ഉം കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 2ആണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. അപ്പൊ നമുക്ക് 3 ഒഴിവാക്കാം. 4 എനിവേ അല്ല, നമ്മളത് ഒഴിവാക്കി. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ടോൺ മനസ്സിലാക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺസ്യൂമർ റൈറ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമറിന്റെ അവകാശം അല്ലാത്തത് എന്നാണ്. റൈറ്റ് ടു ചോയ്സ്, അതായത് എന്ത് വാങ്ങണം, എന്ത് സർവീസ് എടുക്കണം, എന്ത് പ്രൊഡക്റ്റ് വാങ്ങണം വാങ്ങണ്ട എന്നുള്ള ചോയ്സ് നമുക്കുണ്ടല്ലോ അല്ലെ? ആ ചോയ്സ് എല്ലാ കൺസ്യൂമേഴ്സിനും എന്തുണ്ട്? മാർക്കറ്റിലുണ്ട്. അപ്പൊ അതുകൊണ്ട് റൈറ്റ് ടു ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് എല്ലാ കൺസ്യൂമേഴ്സിനും. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് ടു ചോയ്സ് ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അത് എന്തായാലും എന്താണ്? ഒരു റൈറ്റ് ആണ്. ഇനി റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സിനെ പറ്റിയിട്ട്, നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഡ്യൂട്ടീസ്, ഇതിനെയൊക്കെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മളുടെ അവകാശമല്ലേ അല്ലേ? അപ്പോൾ ഈ ഒരു റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്തായാലും ഒരു കൺസ്യൂമറിന് ഉണ്ടാവണം. അത് ഒരു കൺസ്യൂമറിന്റെ അവകാശമാണ്. ഈ റൈറ്റ് ഒബിയസ്ലി നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷനും നമുക്ക് ഈ കൺസ്യൂമർ എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് ഒരു അവകാശം അല്ലെങ്കിൽ കൺസ്യൂമർ എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് ഒരു റൈറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി റൈറ്റ് ടു ബാർഗെയിൻ ഉണ്ട്, റൈറ്റ് ടു ബി ഹേർഡ് ഓർ റൈറ്റ് ടു റെപ്രസെന്റേഷൻ. ഇത് 4 നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വേണ്ടാത്തതെന്ന് തോന്നുന്നത് എന്താണ്? റൈറ്റ് ടു ബാർഗെയിൻ ആണല്ലേ? അതായത് ബാർഗെയിൻ ചെയ്യാൻ നമുക്കൊരു അവകാശം ഉണ്ടോ? ബാർഗെയിൻ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടം, നമുക്കത് ചെയ്യാതിരിക്കാം. പക്ഷെ അതൊരു അവകാശമല്ല അല്ലെ? നമ്മൾ പോയിട്ട് നമുക്ക് ഇവിടെ ബാർഗെയിൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്കൊരു ചോയ്സ് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൺസ്യൂമർ എഡ്യൂക്കേഷൻ നിഷേധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ചോദ്യം ചെയ്യാൻ പറ്റും. പക്ഷെ ബാർഗെയിൻ ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫിക്സഡ് പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ബാർഗെയിൻ ചെയ്തു, അവർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. സോ ഇത് 4 നമ്മൾ ആലോചിക്കുമ്പം 4ാമത്തെ ഓപ്ഷൻ എന്താണ്? റൈറ്റ് ടു റെപ്രസെന്റേഷൻ, റൈറ്റ് ടു ബി ഹേർഡ്. അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്താണ് ലോജിക്കലി ഓക്കെ അല്ല എന്ന് തോന്നുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ. ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുള്ള റൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തോന്നുന്നുണ്ടാവും. വായിക്കുമ്പോൾ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 തവണയും കൂടെ വായിച്ച് നോക്കുക, തോന്നും. അല്ലെങ്കിൽ ത്രൂ പ്രാക്ടീസ് നിങ്ങൾക്കത് തോന്നും. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് ആദ്യ വായനയിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? 2-3 തവണയും കൂടെ വായിച്ചു നോക്കുക. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമറിന്റെ റൈറ്റ് അല്ലാത്തത്. അതുകൊണ്ട് ഓപ്ഷൻ സി ഈസ് ദ ആൻസർ ഹിയർ. സോ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ടോൺ അനുസരിച്ച് ആൻസറിലോട്ട് എത്തുന്നത്. ജസ്റ്റ് ഒരു ഫ്യൂ എക്സാമ്പിൾസ് മാത്രമാണ്. നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ ആക്റ്റീവ്ലി കുട്ടികളെ കൊണ്ട് നമ്മളിത് സോൾവ് ചെയ്യിക്കുന്നുണ്ട് ഇൻ ഓൾ ദ ബാച്ചസ്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ആപ്റ്റിറ്റ്യൂഡ് യൂസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ലൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഹൗ ടു സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ, ഇങ്ങനെയുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ആ ഗൂഗിൾ ഫോമിൽ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു അതിനുശേഷം ഒരു ഫ്രീ ആയിട്ട് 1-on-1 സെഷൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ ബൈ.